ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉയർപ്പ് കാലം 6-ാം ഞായർ, സീറോ മലബാർ വേദ പഞ്ചാംഗം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ യേശു അവരോട് മറുപടിയായി പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവിടുന്ന് ചെയ്യുന്നതെല്ലാം പുത്രനും അപ്രകാരം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലേക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനായതുകൊണ്ട് ന്യായവിധി നടത്തുന്ന അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ബെഥസ്ദായിലെ ഒരു രോഗശാന്തി, 38 വർഷം വരെ തളർവാദം പിടിപ്പെട്ട ഒരുത്തന് രോഗശാന്തി നൽകിയ ആ സംഭവം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ആ വിവാദങ്ങളുടെ ഭാഗമാണ് ഇന്നത്തെ ഈ തിരുവചന പാഠം. യേശു ദൈവമാണെങ്കിൽ ഇല്ലേ, അവൻ തന്നെ ദൈവത്തോട് തുല്യനാക്കി എന്ന് ഇതിന് തൊട്ട് മുമ്പത്തെ വചനത്തിൽ 5:18 പറയുന്നുണ്ട്. യേശു ദൈവമാണെങ്കിൽ ദൈവത്തിൽ ഒരുതരം ദ്വൈതം, ഡുവാലിറ്റി ഉണ്ടെന്നും അത് ഏകദൈവ വിശ്വാസത്തിന് എതിരാണെന്നും യഹൂദർ കരുതുന്നു. ഇപ്പം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ കരുതുന്ന പോലെ ഇല്ലേ, പരിശുദ്ധ തൃത്വം, അതായത് ഏക സത്യദൈവം 3 ആളാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്കാൻഡലാണ്. അവർക്ക് ഇടർച്ചയാണ്, ഉതപ്പാണ്. ഇത് യഹൂദർക്കുണ്ടായിരുന്നു. ഈശോ ദൈവമാണ് എന്ന് പറഞ്ഞ ആ വെളിപാട് സ്വീകരിക്കാൻ അവർക്ക് പ്രയാസം. കാരണം ദൈവത്തെക്കുറിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലേക്ക് ദൈവം ഫിറ്റ് ആകുന്നില്ല. അതാണ് പ്രശ്നം. ദൈവം ആരാണ് ദൈവം വെളിപ്പെടുത്തുന്നതോ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ദൈവത്തെക്കുറിച്ച് തങ്ങൾക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് ഈ ദൈവം ചേരുന്നില്ല. ഇതായിരുന്നു പ്രശ്നം. അതാണ് ആ പശ്ചാത്തലമാണ്. അപ്പൊ അവർ പറഞ്ഞ 5:18 എന്താ പറയുന്നത്? ഇവൻ തന്നെത്താൻ ദൈവത്തിന് തുല്യനാക്കിയെന്നാണ്. തന്നെത്താൻ ദൈവത്തോട് തുല്യനാക്കി. ദൈവത്തെ പിതാവ് എന്ന് യേശു വിളിക്കുന്നു. മാത്രമല്ല ദൈവം ചെയ്യുന്നതെല്ലാം ചെയ്യാൻ തനിക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ ദൈവപിതാവിന് തുല്യനാണ് പുത്രൻ തമ്പുരാൻ എന്നും അവകാശപ്പെടുന്നു. അവൻ ദൈവം തന്നെയായി പുത്രനാണെന്ന് വീണ്ടും 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 യേശു വെളിപ്പെടുത്തുകയാണ്. 1:18 പറഞ്ഞ കാര്യം. ദൈവിക ജീവൻ, ഡിവൈൻ ലൈഫ്, ദൈവിക സത്ത, ദ ഡിവൈൻ സബ്സ്റ്റൻസ്, ദൈവിക ഉണ്മ, ദ ഡിവൈൻ ബീയിങ് എന്നീ കാര്യങ്ങളിൽ പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും തുല്യതയുള്ളവരാണ് എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. പുത്രൻ എന്ന നിലയിൽ യേശു പിതാവിന് കീഴില, താഴെയാണ്. പിതാവ് എന്ന നിലയിൽ പിതാവ് പുത്രനേക്കാൾ വലിയവനാണ്. 14:28 പറയുന്നുണ്ട് യോഹന്നാൻ. പക്ഷെ അത് പരിശുദ്ധ തൃത്വത്തിലെ അവരുടെ തുല്യതയെ ഇല്ലാതാക്കുന്നില്ല. ഞാനും പിതാവും ഒന്നാണ് എന്നും കർത്താവ് പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 10:30. അതായത് വേറൊരു വീക്ഷണത്തിലൂടെ പറഞ്ഞാൽ പുത്രന്റെ മനുഷ്യത്വത്തിൽ അവൻ പിതാവിനേക്കാൾ താഴെയാണെങ്കിലും ദൈവതത്വത്തിൽ പുത്രൻ പിതാവിന് തുല്യനാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 253 254 നമുക്ക് വായിക്കാം. അതിനാൽ 5-ാം ശതകത്തിലെ അത്തനാസിയൻ വിശ്വാസ പ്രമാണത്തിലെ ചൊല്ലിയിരുന്നത് ഇങ്ങനെയാണ്: ദൈവത്വത്തിൽ പിതാവിന് തുല്യനും മനുഷ്യത്വത്തിൽ പിതാവിനേക്കാൾ താഴ്ന്നവനുമായ പുത്രനാണ് യേശു. ദ സൺ ഈസ് ഈക്വൽ ടു ദ ഫാദർ അക്കോർഡിംഗ് ടു ഡിവിനിറ്റി, ലെസ് ദാൻ ദ ഫാദർ അക്കോർഡിംഗ് ടു ഹ്യൂമാനിറ്റി. അങ്ങനെയായിരുന്നു. യേശുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന യഹോവ സാക്ഷികളും മുസ്ലിം സഹോദരന്മാരൊക്കെ ഈ തിരുവചനങ്ങളിലെ ദൈവിക വെളിപാട് നിഷേധിക്കുകയാണ്. അവർ ഈ ദൈവിക വെളിപാട് അംഗീകരിക്കണം. നമ്മൾ അവരോട് ഇത് പറയും വേണം. സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, യേശു ദൈവമാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിൽ ഒരു ദ്വൈതം, ഡുവാലിറ്റി ഉണ്ടെന്നും അത് ഏകദൈവ വിശ്വാസത്തിന്
വിരുദ്ധമാണെന്നും യഹൂദന്മാര് കരുതുന്നു. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് ഏകത്വത്തിന്, ദൈവത്തിന്റെ സത്യദൈവത്തിന്റെ, അതായത് സത്യദൈവത്തിന്റെ ഏകത്വത്തിന് ഭംഗം വരാതെ ദൈവത്തിൽ മൂന്നാളത്വമാകാമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. 4 കാര്യങ്ങളിലൂടെയാണ് ഈശോ അത് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ വചനം അഗസ്തീനോസിനെ വളരെയധികം അലോസരപ്പെടുത്തിയിട്ടുണ്ട്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുത്രൻ ദൈവമല്ല എന്നാണ് പുള്ളി ആദ്യം ചോദിച്ചത്. പുത്രൻ ദൈവമാണ്, പക്ഷെ പുത്രന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് വല്ലാത്ത ഇടർച്ചയായി. ഇപ്പം ഈ യഹോവ സാക്ഷികൾക്ക് ഇടർച്ചയുണ്ട്, പക്ഷെ യഹോവ സാക്ഷികളെ പോലെ അല്ല വിശുദ്ധ അഗസ്തീനോസ്. ഇടർച്ച വന്ന ഉടനെ തന്നെ ദൈവത്തെ നിഷേധിക്കുകയല്ല, അദ്ദേഹം ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. വചനത്തിനുള്ളിലേക്ക് ഇറങ്ങി ഒരു ദിവസം ഒരു വലിയ വെളിപാടുമായിട്ടാണ് അഗസ്തീനോസ് പുറത്തേക്ക് വന്നത്. എന്താണെന്നറിയാം ആ വെളിപാട്? 2 വാക്കുകൾ കൊണ്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചു. നമുക്കത് മലയാളത്തിൽ പറയിച്ച പ്രയാസമുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളം പറയാം. ഫ്രം, അല്ലേ, ഒരു സംഗതിയിൽ നിന്ന്, ഫോർ, ഒരു സംഗതിയിലേക്ക്. ഫ്രം, ഫോർ. ദ സൺ ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ. പുത്രൻ പൂർണ്ണമായും പിതാവിൽ നിന്നാണ്. ദ സൺ ഈസ് ടോട്ടലി ഫോർ അതേഴ്സ്. പുത്രൻ പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി. ഫ്രം, ഫോർ. ദ സൺ ഈസ് ടോട്ടലി ഫ്രം ദ ഫാദർ, ടോട്ടലി ഫോർ അതേഴ്സ്, നത്തിങ് ഫോർ ഹിംസെൽഫ്. പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവരിലേക്ക്, തനിക്ക് വേണ്ടി തന്നെ ഒന്നുമല്ല. 2 സ്നേഹങ്ങൾ പുത്രനെ പിടിച്ചു വലിക്കുകയാണ്. ദൈവപിതാവിനോട് സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും. അത് അവനെ നെടുകങ്ങ് പിളർത്തി. ആ പിളർപ്പാണ് കർത്താവിൻ്റെ പാർശ്വം പിളർന്ന് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ദൈവപിതാവിനോടും മനുഷ്യരോടുമുള്ള 2 സ്നേഹങ്ങൾ പുത്രനെ പിടിച്ചു വലിച്ചപ്പോൾ അവൻ്റെ ശരീരം പിളർന്നു പോയി. ആ പിളർപ്പിൽ നിന്ന് പരിശുദ്ധ റൂഹായും പരിശുദ്ധ കുർബാനയും മാമോദീസയും ഒക്കെ ഒഴുകി. ഒരു സ്ത്രീയുടെ പ്രസവം പോലെയാണ് കർത്താവ് കുരിശിനെ, തൻ്റെ കുരിശുബന്ധത്തെ അവതരിപ്പിച്ചത്. യോഹന്നാൻ 16:21. സ്ത്രീയുടെ ഗർഭപാത്രം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ കർത്താവിൻ്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭയെ സൃഷ്ടിക്കുകയാണ്, പ്രസവിച്ചിടുകയാണ്. അതാണ് മാമോദീസയും കുർബാനയും. മാമോദീസയിലും കുർബാനയിലുമാണ് സഭ പിറന്നു വീണത്. അതുകൊണ്ടാണ് ആ 2 കൂദാശകൾ ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ മറ്റൊന്നും പുത്രന് ചെയ്യാൻ കഴിയില്ലെന്നുള്ള അതിൻ്റെ അർത്ഥം അതാണ്. 1. 2, പിതാവ് ചെയ്യുന്ന സകലതും പുത്രൻ ചെയ്യുന്നു. ഇങ്ങനെ പൂർണ്ണമായും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി ആകുമ്പോൾ പിതാവും പുത്രനും ഒന്നാകും. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാണെന്നാണ് യാഹ്വേ എന്ന നാമത്തിലൂടെ പിതാവ് വെളിപ്പെടുത്തിയത്. ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാ, പൂർണ്ണമായും നിനക്ക് വേണ്ടിയാ. അങ്ങനെ പൂർണ്ണമായും നമുക്ക് വേണ്ടിയാണ് എന്നുള്ളത് തെളിഞ്ഞതാണ് കുരിശില്. 3, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. കാണിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കലല്ല, പുത്രൻ ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും പിതാവ് പുത്രനെ കാണിക്കും. ഇങ്ങനെ 4 കാര്യങ്ങളിലൂടെയാണ് ഈ പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പിതാവ് പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ വ്യാഖ്യാനം അഗസ്തീനോസ് പറഞ്ഞു കഴിഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തെ പോലെ ആകാനുള്ള ആദാമിൻ്റെ പാപകരമായ ശ്രമം പോലെയാണ് ഈശോ ദൈവത്തെ തുല്യനാക്കുന്നത് എന്നാണ് യഹൂദന്മാർ ആക്ഷേപിച്ചത്. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ ധിക്കാരിയായ പുത്രനല്ല. ആദാമിനെ ധിക്കാരിയല്ല, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനും. യോഹന്നാൻ 5:19 അതാ പറയണേ. സ്വന്തമായി ഒന്നും അവകാശപ്പെടാത്തവനും, സ്വന്തമായി ഒന്നും ചെയ്യാത്തവനും. 9:4 സ്വന്തമായി ഒന്നും പറയാത്തവനും. 3:34, 8:20 അനുസരണമുള്ളവനുമായ പുത്രനാണ് ഞാൻ. ഇതാണ് ഈശോ പറയുന്നത്. അപ്പോൾ ആദാമ ദൈവത്തെ അംഗീകരിച്ചാൽ ദൈവം പറഞ്ഞ് അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല, ദൈവമുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന മട്ടിലാണ് ആദം പ്രവർത്തിച്ചത്. ധിക്കാരിയായ പുത്രനാണ്. ഈശോ പറയാൻ, ഞാൻ ധിക്കാരിയായ പുത്രനല്ല. അതുകൊണ്ട് തന്നെ ദൈവപിതാവിനെ ഞാൻ വെല്ലുവിളിക്കുകയല്ല. ദൈവത്തെ പോലെ ആകാനുള്ള ആദാമിന് പാപകരമായ ശ്രമം പോലെയല്ല എൻ്റേത്. കാരണം ഞാൻ എന്നെ തന്നെ യേശു തന്നെ ദൈവമാക്കുക എന്നുള്ളൊരു ആരോപണം അത് വേണ്ട. അങ്ങനെയല്ല, അങ്ങനെ ആരോപിക്കുകയല്ല. ഞാൻ തന്നെ ദൈവമാക്കുകയല്ല, ഞാൻ ദൈവമാണ്. ആക്കേണ്ട കാര്യമില്ല.
അതായത് പിതാവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നവൻ, സ്വന്തമായി ഒന്നും അവകാശപ്പെടാത്തവൻ, സ്വന്തമായി ഒന്നും ചെയ്യാത്തവൻ, സ്വന്തമായി ഒന്നും പറയാത്തവൻ, അങ്ങനെ അനുസരണമുള്ള പുത്രനാണ്. മാത്രമല്ല, ഞാൻ സ്വന്തമായി വന്നതല്ല, പിതാവിനെ അയച്ചതാണ്. 7:28, 8:42 ഒക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ ദൈവപിതാവും പുത്രൻ തമ്പുരാനും ഒരേ ദൈവ സ്വഭാവവും ഒരേ പ്രവർത്തന തത്വവും ഉള്ളവരാണ്. ഞാനും പിതാവും ഒന്നാണ്. ഈ പുത്രന്റെ മനുഷ്യത്വത്തിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമം പിതാപുത്ര ബന്ധത്തെ മനസ്സിലാക്കുന്നത്. പിതാവിന് വിധേയനാണ് പുത്രൻ എന്ന സത്യം യേശുവിന്റെ മാനുഷിക സ്വഭാവത്തിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വ്യാഖ്യാനിക്കരുത്. അത് നമ്മൾ അത്തനാസ്യൻ വിശ്വാസ പ്രവർത്തനത്തിൽ പറഞ്ഞു നമ്മളത്. പക്ഷെ അതിൽ മാത്രമല്ല, തൃത്വത്തിനുള്ളിലെ ബന്ധത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കണേ. അല്ലാണ്ട് ഈശോയുടെ മാനുഷിക സ്വഭാവത്തിൽ അവൻ പിതാവിന് താഴെയാണ്, അതല്ല പറയുന്നത്. തൃത്വത്തിനുള്ളിലെ ബന്ധത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കണേ. ദൈവപിതാവും പുത്രൻ തമ്പുരാനും തമ്മിലുള്ള പരിപൂർണ ഐക്യവും ലയവുമാണ്, കംപ്ലീറ്റ് ഹാർമണി ഈശോ ഊന്നി പറയുന്നത്. ഒരേ ദൈവ സ്വഭാവം പിതാവിനുണ്ട്, പുത്രനുണ്ട്. പുത്രനും പരിശുദ്ധാത്മാവിനും ഇതുപോലെ ഒരേ ദൈവ സ്വഭാവം ഉണ്ടെന്ന് യേശു പിന്നീട് വ്യക്തമാക്കുന്നുണ്ട് യോഹന്നാൻ 16:12. അപ്പോൾ പുത്രൻ എന്ന വാക്ക് മനുഷ്യപുത്രൻ എന്ന വാക്കല്ല, ദൈവപുത്രൻ എന്ന വാക്കല്ല. ദൈവപുത്രൻ എന്ന വാക്ക് രാജാക്കന്മാർക്ക് ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിനൊപ്പം വരില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ദൈവപുത്രൻ എന്ന വാക്കിന് ഇന്ന് നമ്മൾ അർത്ഥമാക്കുന്ന അർത്ഥമല്ല അന്ന് പറഞ്ഞിരുന്നത് രാജാക്കന്മാരെയാണ് ദൈവപുത്രന്മാരെന്ന് വിളിച്ചിരുന്നത്. ഈശോ രാജാക്കന്മാരുടെ രാജാവാണെന്ന നിലയ്ക്ക് ദൈവപുത്രനാണ്. പക്ഷേ ആ അർത്ഥമല്ല പുത്രൻ എന്ന വാക്കിന്. മനുഷ്യപുത്രൻ എന്നതിന് വേറെ അർത്ഥമാണ്. അപ്പോൾ ഓരോ ശീർഷകത്തിനും ഓരോ അർത്ഥമാണ്. പുത്രൻ എന്നത് ലളിതമായിട്ട് പറയുമ്പോൾ പുത്രൻ ദ സൺ, ദൈവപുത്രൻ എന്നല്ല, മനുഷ്യപുത്രൻ എന്നല്ല, വെറും പുത്രൻ എന്ന് പറയുമ്പോൾ യേശു സ്വയം ആവിഷ്കരിക്കാൻ, സ്വയം പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച ഏറ്റവും ആഴമേറിയ വാക്കുകളിൽ ഒന്നാണത്. ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണല്ലോ പുത്രൻ. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് വേണ്ടേ? പിതാവില്ലാതെ പുത്രൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിതാവും പുത്രനും തമ്മിലൊരു ബന്ധം, ആ ബന്ധത്തിന്റെ വാക്കാണ് പുത്രൻ. വചനം എന്ന വാക്കിനോട് ചേർന്ന് പോകുന്നത്. വചനം, ഞാനൊരു വാക്ക് പറയണു, നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടല്ലേ. ലോകത്ത് ആർക്കും ചെവിയില്ലായിരുന്നു കരുതുക. യേശുദാസ് എത്ര നല്ല പാട്ട് പാടിയിട്ടും കാര്യമുണ്ടോ? ഇല്ലല്ല. അപ്പൊ യേശുദാസിന്റെ വായിൽ നിന്ന് വരുന്ന ആ സംഗീതം, ആ വാക്കുകൾക്ക് അർത്ഥമുള്ളത് നമുക്ക് ചെവിയുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു ബന്ധമുണ്ട്. വചനം, ഭാഷണം, സംഗീതം, ഇതൊക്കെ ബന്ധമാണ്. ഇതുപോലെ അപ്പോൾ വചനം എന്ന വാക്കും പുത്രൻ എന്ന വാക്കും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ഞാനൊരു വചനം പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു, അപ്പൊ നിങ്ങളും ഞാൻ തമ്മിൽ ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ബന്ധത്തിന്റെ വാക്കാണ് വചനം. ഞാനൊരു വാക്ക് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അപ്പൊ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പുത്രൻ എന്ന വാക്കും അതുപോലെ ബന്ധമാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവുണ്ടല്ലോ, പിതാവില്ലാതെ പുത്രൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ പുത്രൻ എന്ന വാക്ക് തന്നെ ബന്ധത്തിന്റെ വാക്കാണ്. പിതാവ് എന്ന ആളുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് പുത്രൻ എന്ന ആളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയൂ. അപ്പൊ ഈ പുത്രൻ എന്ന വാക്ക്, അത് നിത്യമായ ജനനത്തിലേക്ക്, പുത്രന്റെ നിത്യമായ ജനനത്തിലേക്ക്, ഇറ്റേണൽ ജനറേഷൻ എന്ന് പറയും, കൈചൂണ്ടാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ, നിത്യാവിശ്വാസ പ്രമാണത്തിൽ എന്താ ചൊല്ലുന്നത്? ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. ഒരു 1000 വട്ടം ഈ വാക്ക് നമ്മളോട് തന്നെ പറയണം. പുത്രൻ നിത്യമായി ജനിച്ചവനാണ്. പിതാവിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് പുത്രനെ പുത്രൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ കാലദേശങ്ങൾക്കുള്ളിൽ ഒരപ്പൻ മകനെ ജനിപ്പിക്കുന്നത് പോലെയുള്ള ജനനമല്ലാതെ. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 2, 3, 4 പ്രാവശ്യം കേട്ടോളൂ കേട്ടോ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ ഒരു ആഴത്തിലേക്കാണ് ഞാൻ പോകുന്നത്. കാലദേശങ്ങൾക്കുള്ളിൽ, കാലം, സമയം, ദേശം, പ്രദേശം. അപ്പോൾ കാലദേശങ്ങൾക്കുള്ളിൽ ഒരപ്പൻ ഒരു അമ്മയെ ഉപയോഗിച്ച് ഒരു പുത്രനെ ജനിപ്പിക്കുന്നത് പോലെയല്ല പിതാവ് പുത്രനെ ജനിപ്പിക്കുന്നത്. അനന്തതയിൽ, കാലദേശങ്ങൾക്ക് മുൻപ്, സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ട്, ജഡസംബന്ധിയായിട്ടല്ലാതെ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിൽ നിന്ന് ജനിക്കുന്നുവെന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ ദൈവിക സത്ത, അതിന് സാകല്യാവസ്ഥയിൽ, കംപ്ലീറ്റ് അവസ്ഥയിൽ പുത്രനെ പകർന്നു കൊടുക്കുന്നു എന്നാണ്. ഞാൻ ഈ വാക്കുകൾ ഒന്നുകൂടി പറയുകയാണ്.
കാലദേശങ്ങൾക്ക് മുൻപ് അനന്തതയിൽ സ്ഥലകാലങ്ങൾക്ക് മുൻപ് സ്ഥലകാലരഹിതമായി ജഡസംബന്ധിയായിട്ടല്ലാതെ ശരീരസംബന്ധിയായിട്ടല്ലാതെ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിൽ ജനിക്കുന്നുവെന്ന് പറഞ്ഞാൽ ദൈവപിതാവിന്റെ ദൈവിക സത്ത അതിന്റെ സാകല്യാവസ്ഥയില് പുത്രൻ തമ്പുരാന് പകർന്നു കൊടുക്കുകയാണ്. പുത്രന്റെ സത്ത മാത്രമല്ല, പുത്രൻ എന്ന ആളെയാണ് ജനിപ്പിക്കുന്നത്. പിതാവ് തീരുമാനിച്ചതിന്റെ ഫലമല്ല അത്. പിതാവിന്റെ സ്വഭാവം തന്നെ അതായതുകൊണ്ടാണ്. ഇത് പരിശുദ്ധ തത്വത്തിന് പുറത്തല്ല സംഭവിക്കുന്നത്, പരിശുദ്ധ തത്വത്തിന്റെ ഉള്ളിലാണ്. അതിനാൽ അത് സൃഷ്ടിയല്ല, ജനനമാണ്. ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും പരിശുദ്ധ തൃത്വത്തിനുള്ളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് അത് സൃഷ്ടിയല്ല, ജനനമാണെന്ന് പറയണേ. എന്താണ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സൃഷ്ടി. ഇതങ്ങനെയല്ല. ഇത് സമയത്തിനുള്ളിൽ സംഭവിക്കുന്നതല്ല, ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരികയല്ല, നിത്യതയിൽ സംഭവിക്കുന്നതാണ്. അത് നിത്യവും സംഭവിക്കുകയാണ്, നിത്യതയിൽ സംഭവിക്കുകയാണ്, നിത്യമായി സംഭവിക്കുകയാണ്, നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് പിതാവ് എപ്പോഴും പിതാവാണ്, പുത്രൻ എപ്പോഴും പുത്രനാ. ഒരിക്കലും പിതാവ് പുത്രനാകില്ല, പുത്രൻ പിതാവ് ആകില്ല. പിതാവ് ഇല്ലാതിരിക്കുന്ന ഒരു സമയമില്ലാത്തതുപോലെ പുത്രൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയമില്ല. പുത്രനായിരിക്കുന്ന വാക്കിനർത്ഥം പിതാവുമായി ബന്ധത്തിലായിരിക്കുക എന്ന് മാത്രമാണ്. പുത്രനായിരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള ബന്ധത്തിലായിരിക്കുക. അഹം എന്ന തടവറയില് അടച്ചു പൂട്ടിയിരിക്കുന്ന സ്വയംഭരണാവകാശം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഇല്ലേ, ഞാൻ, അഹം, അതിനെ ഉപേക്ഷിക്കുന്നതിലാണ് പുത്രത്വം ഇരിക്കുന്നത്. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഇതാണ് സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപം. തന്റെ ദൈവത്വം മുറുകെ പിടിക്കേണ്ട, ചൂഷണം പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ മനുഷ്യനായി എന്ന് പറയുന്നു. അതും മനുഷ്യനായപ്പോൾ മാത്രമല്ല പുത്രന് ഈ സ്വഭാവം ഉള്ളത്, അവന്റെ ജന്മസ്വഭാവം അതാണ്. ഈ അഹം എന്ന തടവറയില് അടച്ചു പൂട്ടിയിരിക്കുന്ന സ്വയംഭരണ അവകാശം എന്ന ആ ധാർഷ്ട്യത്തെ തീർത്തും ഉപേക്ഷിക്കുന്ന ആ ബന്ധത്തെയാണ് പുത്രൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പാരഡോക്സ് ഉണ്ട്, ഒരു വിപരീത സത്യം. പുത്രൻ പിതാവിന് പൂർണ്ണമായി തന്നെ വിധേയമാക്കുമ്പോൾ, പുത്രൻ പിതാവിന് പൂർണ്ണമായും വിധേയമാക്കുമ്പോൾ അത് പുത്രനെ പിതാവിന് തുല്യനാക്കി മാറ്റുകയാണ്. പുത്രൻ പിതാവിന് തന്നെ പൂർണ്ണമായി തന്നെ വിധേയമാക്കുമ്പോൾ അത് പുത്രനെ പിതാവിന് തുല്യനാക്കി മാറ്റുക. അതെ, സത്യമായി പുത്രൻ പിതാവിന് തുല്യനായി മാറുകയാണ്. സത്യത്തിൽ പുത്രൻ പിതാവുമായി ഒന്നായി തീരുകയാണ്. പിതാവ് എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം പുത്രന് കൈമാറുന്നതിലൂടെ പുത്രനെ പിതാവിന് തുല്യനാക്കുന്നു. എനിക്കുള്ളതെല്ലാം അവിടത്തേതാണ്, അവിടത്തേക്കുള്ളതെല്ലാം എൻ്റേതും. യോഹന്നാൻ 17:10. പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. മത്തായി 11:27. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിക്കുമ്പോൾ പുത്രൻ പിതാവിന് തുല്യനാണ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇത് ദൈവശാസ്ത്രം. നമുക്കിത് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. യഹോവ സാക്ഷികൾ ഈശോയുടെ ദൈവത്തെ നിഷേധിക്കുന്നു. നമുക്കതിനെതിരെ പ്രതികരിക്കുകയും അവരോട് ഈ സുവിശേഷം പ്രസംഗിക്കും വേണ്ടേ? വേണം. കാരണം തിരുവചനത്തിനെതിരെ നിന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപമാകും. അത് ഇഹലോകത്തും പരലോകത്തും പൊറുക്കാൻ പറ്റാത്തതാവും. ആ പാപത്തിന് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കത്തോലിക്കരുടെ ചുമതലയാണ്. നമ്മുടെ യഹോവ സാക്ഷികൾ ഇഹലോകത്തും പരലോകത്തും ഗതി കിട്ടാതെ പോകരുതല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ. ഈശോയുടെ ദൈവത്തെ അവർ നിഷേധിക്കുന്നു, ഈശോയുടെ മരണം അവർ നിഷേധിക്കുന്നു, ഈശോയുടെ തിരുവുത്ഥാനം അവർ നിഷേധിക്കുന്നു. അങ്ങനെ അവരും ഇതേ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ചുമതലയില്ലേ അവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്? ഇത് മതേതരത്വം, രാഷ്ട്രീയത്തിലെ മതേതരത്വം കൂടെ ഉണ്ടായിക്കോട്ടെ. ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറയണേ. രാഷ്ട്രീയത്തില് ഇല്ലേ, നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ മതേതരത്വമൊക്കെ വേണം, നമ്മൾ മത സൗഹാർദ്ദത്തിൽ ജീവിക്കണം. പക്ഷെ എന്ന് വെച്ച് നമ്മുടെ സത്യവിശ്വാസം അത് അടിയുറ വെക്കേണ്ട കാര്യമില്ല. അവരവരുടെ വിശ്വാസം അടിയുറ വെച്ചിട്ടല്ലല്ലോ. അപ്പം നമ്മൾ പറയുക ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഈ മറ്റുള്ള സുവിശേഷം പ്രസംഗിക്കൽ മാത്രമല്ല, നമ്മൾ തന്നെ ഈ പുത്രനായിരിക്കുക, പുത്രി ആയിരിക്കുക, പിതാവുമായുള്ള ബന്ധത്തിലായിരിക്കുക. പൂർണ്ണമായും വിധേയപ്പെടുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം വരും. എല്ലാം നമുക്ക് സ്വന്തമാകുന്ന ഒരു സ്വാതന്ത്ര്യം. ഞാൻ അതെങ്ങനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സെമിനാറിൽ പട്ടം കിട്ടുന്നതിന് മുൻപ് റെക്ടറസിനെ മീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പട്ടം കിട്ടുന്നതിന് മുമ്പ് ഡീക്കനായിരിക്കുമ്പോൾ
അപ്പം ഞാൻ പട്ടം കിട്ടുന്ന സമയമായപ്പോഴേക്കും വടവാതൂർ സെമിനാറിൽ സക്കറിയാസ് എലിപ്പൊലിക്കട്ട് എന്ന് പറയുന്ന അച്ഛൻ ഇപ്പം നമ്മുടെ ഏകീകൃത കുർബാനയെയും സഭയുടെ കുർബാനയ്ക്ക് എതിർക്കുന്ന ഒരു റെക്ടർ അച്ഛനാണ് അവിടെ വടവാതൂർ സെമിനാർ റെക്ടറായിട്ട് വന്നത്. അതുവരെ, അതായത് ഞാൻ ഡീക്കനായിരിക്കുന്ന കാലം വരെ സഭ, അതായത് കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരാളായിരുന്നു റെക്ടർ. ഈ വടവാതൂർ സെമിനാറിയുടെ ഒരു പരാജയം എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള രൂപതകൾക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി ആ സെമിനാറിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റാത്തവരെ റെക്ടറായിട്ട് വെക്കും, ചിലപ്പോൾ പ്രസിഡന്റായിട്ട് വെക്കും. അത് ശരിയായ നടപടിയില്ല. മെത്രമാർ തിരുത്തണം. ഓരോ സെമിനാരിക്കും ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്നവരെ അവിടെ റെക്ടറാക്കി വെക്കാവൂ. അല്ലാതെ എല്ലാ രൂപതകൾക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്ന് കരുതിയിട്ട് ഈ സഭയെ സ്നേഹിക്കാത്ത, ഈ കുർബാനയെ സ്നേഹിക്കാത്തവരെ സെമിനാർ റെക്ടറാക്കി വെച്ചാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ കുർബാനയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ആളാണെന്ന് സക്കറിയാസ് എലിപ്പൊലിക്കട്ടത്തിന് അറിയാം. പക്ഷേ അച്ഛന്മാരിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. സെമിനാറിൽ ഈ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന അച്ഛന്മാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചമ്മാച്ചനാണ്, ഡീക്കനാണ്. അപ്പോൾ എന്നെ വീട്ടിൽ വിടാനൊന്നും ഈ റെക്ടറേഴ്സിന് കഴിയില്ല. അതൊരു വശം. മറുവശത്ത് ഞാൻ പറഞ്ഞില്ല, അച്ഛന്മാരെല്ലാവരും എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും എനിക്കെന്തൊരു നടപടി എടുക്കാൻ തന്നെ കഴിയില്ല. മാത്രമല്ല, ഞാൻ അങ്ങനെ നടപടി എടുക്കാൻ തക്ക വിധത്തിൽ തെറ്റുകൾ ചെയ്തിട്ടില്ല സെമിനാറിൽ. മാനുഷികമായി ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകാം, അതായത് ഗൗരവമായ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്. എൻ്റെ ഫസ്റ്റ് വാക്ക് ഇൻ്റർവ്യൂവിൽ, അതായത് പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് അയക്കുക. ആ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് പട്ടം തരണമെന്ന് എത്താൻ തീരുമാനിക്കണേ. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്: യു എൻജോയ്ഡ് മോർ ഫ്രീഡം ദാൻ എനി ഓഫ് ദ 22 പ്രൊഫസേഴ്സ് ഹിയർ. ഈ സെമിനാരിലുള്ള 22 പ്രൊഫസർമാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം തനിക്കുണ്ടായിരുന്നു. എനിക്ക്, മാണിപ്പറമ്പിലച്ഛന്, അന്ന് അച്ഛനായിട്ടില്ല. ഇവിടെയുള്ള വടവാത സെമിനാരിലുള്ള 22 പ്രൊഫസർമാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം തനിക്കുണ്ടായിരുന്നു. ഞാൻ തന്നെക്കുറിച്ച് എന്ത് പറയാൻ എന്നാണ് റെക്ടർ അച്ഛൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെന്ന് പറയണേ? ഞാൻ സെമിനാറിലെ നിയമങ്ങൾ ലംഘിച്ചിരുന്നില്ല. ലംഘിച്ചിരുന്നെങ്കിൽ തന്നെ അത് അറിവോടുകൂടിയാണ്, അതായത് സെമിനാരിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ദിവസം മുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഫാദർ പ്രീഫെക്റ്റിന് അനുവാദം വേണമെന്നാണ്. പക്ഷെ എനിക്കത് വേണ്ടിയിരുന്നില്ല. ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ? ക്ലാസ്സിൽ പോകുന്നതാണ് എൻ്റെ ഇഷ്ടം. ഒരു ക്ലാസ് മുടങ്ങിയാൽ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ക്ലാസ് മുടങ്ങില്ല. ഞാൻ മാസ്റ്റേഴ്സിന് പോകുമ്പോഴാണ്, ഡോക്ടറേറ്റ് പോകുകയാണെങ്കിലും പനിയാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും നിവൃത്തിയുള്ളിടത്തോളം ഞാൻ ക്ലാസ് മുടങ്ങില്ല. ഞാനത് പറഞ്ഞു വന്നത്, അതിന് വിധേയപ്പെടുക എന്ന് നമ്മൾ വിധേയപ്പെടുമ്പോൾ, സെമിനാറിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ നമുക്ക് പ്രൊഫസർമാരെക്കാൾ സ്വാതന്ത്ര്യം വരികയാണ്. ഇതാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ പുസ്തകം എഴുതി, ചമ്മാച്ചനായിരിക്കും പുസ്തകം എഴുതി, അത് ഭയങ്കര ഹിറ്റായി. മലയാളി വൈദികരിൽ 90% ആളുകൾ ആ പുസ്തകം ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ചമ്മാച്ചനായിരിക്കും എഴുതിയ പുസ്തകം വിതയ്ക്കപ്പെട്ട വചനം. അപ്പോൾ ഈ സെമിനാറിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പ്രൊഫസർമാർ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി. അത് എൻ്റെ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സകല കാര്യങ്ങളിലും പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് വിധേയപ്പെടുമ്പോൾ പിതാവും പുത്രനും തുല്യരായി. ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് പറയുന്നത് പിതാവ് എന്ന നിലയിൽ ദൈവപിതാവ് പുത്രനേക്കാൾ വലിയതാണ്. പക്ഷെ അവരുടെ ആളത്വത്തിനത് കോട്ടം വരുത്തുന്നില്ല, അവർ തുല്യതയ്ക്ക് അത് കോട്ടം വരുത്തുന്നില്ല. മറിച്ച് പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിച്ചത് കൊണ്ട് പുത്രനെ പിതാവിന് തുല്യനാക്കിയിരിക്കുന്നു. ഇത് സമയത്തിനുള്ളിലല്ല, കാലത്തിനുള്ളിലല്ല, പരിശുദ്ധ തൃത്വത്തിനുള്ളിൽ അനന്തമായി, കാലദേശങ്ങൾക്ക് മുമ്പ്, സമയത്തിന് മുമ്പ്, കാലത്തിന് മുൻപ്, ജഡസംബന്ധിയായിട്ടല്ലാതെ. ഇതും തിരിച്ചറിയുക. അപ്പോൾ ബന്ധത്തിലായിരിക്കുക. ഇപ്പൊ നമുക്ക് എറണാകുളത്ത് എന്താണ് പ്രശ്നം? എറണാകുളത്തെ പ്രശ്നം ഈ ബന്ധത്തിലല്ല. മാർപ്പാപ്പയായിട്ട് ബന്ധമില്ല, സഭയുമായിട്ട് ബന്ധമില്ല. ഓരോരുത്തരും ആദാമിന്റെ ശൈലിയിൽ ഇല്ലേ, ദൈവത്തിന് വിധേയപ്പെടാതെ, മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെടാതെ, ആരുടെയൊക്കെയോ വാക്ക് കേട്ട്, ഹവ്വായുടെ വാക്ക് കേട്ട് ആദാം ദൈവത്തെ ധിക്കരിച്ചതുപോലെ ആരുടെയൊക്കെയോ അൽമായ മുന്നേറ്റക്കാരുടെ വാക്ക് കേട്ട് മാർപ്പാപ്പയെയും ദൈവത്തെയും മെത്രാന്മാരെയും ധിക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പുത്രഭാവം ഇല്ല. എല്ലാവരും പിതാക്കന്മാരാ. ഫാദറിനെ വിളിക്കണേ, ഫാദർ, പുത്രനല്ല, സണ്ണല്ല വിളിക്കണേ, ഫാദറിനെ വിളിക്കണേ. ഈ ദൈവപിതാവ് എല്ലാം പുത്രനെ കൊടുക്കാൻ തയ്യാറുള്ളവനായിരുന്നു, കൊടുത്തവനുമായിരുന്നു. അങ്ങനെയുള്ള ആ ബന്ധത്തിന്റെ, ആ അനുസരണം എന്ന ബന്ധത്തിന്റെ, വിധേയത്വം എന്ന ബന്ധത്തിന്റെ
ആ ആ അവസ്ഥയിലല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് കുർബാനയിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചൊല്ലാൻ പാടുള്ളൂ. പക്ഷേ ദൈവപിതാവിനേക്കാളും കർത്താവിനേക്കാളും സഭാപിതാക്കന്മാരെക്കാളും തിരുവചനത്തെക്കാളും വിവരമുള്ളത് എനിക്കാണെന്നും അന്ന് വിവരമില്ലാത്ത കുറെ പേര് എഴുതി വെച്ചിരിക്കുന്ന ബൈബിൾ എന്ന വചനം അത് എനിക്ക് സ്വീകാര്യമല്ലെന്നും പഠിപ്പിക്കുന്ന എത്രയോ പേരാണ് എറണാകുളത്തുള്ളത്. എറണാകുളത്ത് മാത്രമല്ല, മറ്റു സ്ഥലത്തുണ്ട്. ഏത് വിവരമില്ലാത്തൊരു കുറച്ച് പേര് എഴുതി വെച്ചതാണ് ബൈബിൾ എന്നാണ് എറണാകുളത്ത് പേര് പഠിപ്പിക്കുന്നത്. എൻ്റെ കമന്റ്സിന് താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റ്സ് ആയിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. ചുരുക്കത്തില് ഈശോ പറഞ്ഞ ഈ പുത്രൻ എന്ന ബന്ധം പിതാവുമായി പൂർണ്ണമായിട്ടും പിതാവിൽ നിന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ നമ്മൾ അല്ലാതിരിക്കുക, പൂർണ്ണമായും ശൂന്യവൽക്കരിക്കുക. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടാകും. അത് നമ്മെ അങ്ങേയറ്റം ഉയർത്തും, ഇഹലോകത്തും പരലോകത്തും. ആ ഉയർത്തൽ എന്ന് പറയുന്നത് പദവികളല്ല. എനിക്ക് വിസ്മയം തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തിനാണ് അച്ഛന്മാർ പേടിക്കണേ? എന്തിനാണ് പേടി? സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ അച്ഛന്മാർക്ക് എന്താ പേടി? ഒറ്റ പേടിയുള്ളൂ, മെത്രാൻ സ്ഥലം മാറ്റം തരും, ചെറിയ പള്ളി തരും, അല്ലെങ്കിൽ ദൂരേക്ക് സ്ഥലം മാറ്റും. അത് അത്രമാത്രം പേടിക്കേണ്ട കാര്യമാണോ? ചെറിയ പള്ളി ആയാലെന്ത്, വലിയ പള്ളി ആയാലെന്ത്, ദൂരേക്ക് സ്ഥലം മാറ്റിയാൽ എന്ത്, അടുത്തേക്ക് സ്ഥലം മാറ്റിയാൽ എന്ത്, അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനമെടുത്താൽ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയില്ലേ? ഈ മെത്രാന്മാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതെ. മെത്രാന്മാരെ അനുസരിക്കേണ്ടെന്നല്ല ഞാൻ പറയണേ, പക്ഷെ എന്തിനാണ് അനാവശ്യമായി പേടി? നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ, പദവികളും സ്ഥാനമാനങ്ങളും പണവും മോഹമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കർത്താവിനെ അല്ലാതെ മറ്റാരെങ്കിലും പേടിക്കുന്നത്? അപ്പോൾ വിധേയത്വം എന്ന് പറയുന്നത് അടിമത്തമല്ല. വിധേയത്വം എന്ന് പറയുന്നത് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ശരിയായ വിധേയത്വം, കർത്താവിനോടുള്ള വിധേയത്വം. അത് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ നക്കാപ്പിച്ച സംഗതികൾ കിട്ടാൻ വേണ്ടിയുള്ള വിധേയത്വമല്ല. കിറ്റ് വാങ്ങിച്ച് വോട്ട് ചെയ്യുന്ന പരിപാടിയില്ലേ, അതുതന്നെയാണ് ഇവിടെയും. ചില കിറ്റുകൾ കിട്ടാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന, സ്തുതി പാടുന്ന ആ രീതിയല്ല. അതല്ല യഥാർത്ഥ അനുസരണം. അത് ഡിപ്ലോമസിയാണ്. യഥാർത്ഥ അനുസരണം എന്ന് പറയുന്നത് സഹനമാണ്. കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായ ലേഖനം 5:8 അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യാസം പരിശീലിച്ചു. അനുസരണം എളുപ്പമായിരുന്നില്ലേ പുത്രന്? പക്ഷെ അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു മനുഷ്യനായപ്പോൾ. പക്ഷേ അവൻ ദൈവത്വത്തിലായിരിക്കുമ്പോഴും പിതാവിന് വിധേയപ്പെട്ടിരുന്നു. അന്ന് സഹനമില്ലെന്നേ ഉള്ളൂ. ഈ പുത്രത്വത്തിന്റെ ഉള്ളത് കൊണ്ട് വിധേയത്വത്തിന്റെ ബന്ധമാണത്. പക്ഷെ ആ വിധേയത്വത്തിലൂടെ കിട്ടുന്നത് സകലമാന അധികാരവുമാണ്. യു എൻജോയ്ഡ് മോർ ഫ്രീഡം ദൻ എനി ഓഫ് ദ 22 പ്രൊഫസേഴ്സ് ഹിയർ എന്ന് എന്നോട് പറഞ്ഞത് ഒരു ഉദാഹരണമായി നിങ്ങൾക്ക് എടുത്താൽ, ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞത്, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഡീക്കനായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞതാണിത്. പിന്നെ അച്ഛനായപ്പോൾ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഇപ്പോഴും ആ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു. എന്നാൽ ഒരു കാര്യത്തിലും ഞാൻ ഗൗരവമായിട്ട് ഒരു ധിക്കാരം ഞാൻ ചെയ്തിട്ടില്ല താനും. അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് വരുന്നത് വിധേയത്വത്തിലൂടെയാണെന്നാണ്. വിധേയത്വം അടിമത്തമല്ല. അത് സ്നേഹത്തിന്റെ പേരിലുള്ള അനുസരണമാണെങ്കിൽ അപ്പോൾ എല്ലാം കിട്ടുന്ന സ്വാതന്ത്ര്യമായിട്ട് അത് മാറുകയാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്നെല്ലാം കിട്ടാന്ന് പറഞ്ഞാൽ അത് പദവികളും ചില സ്ഥാനമാനങ്ങളും നക്കാപ്പിച്ച നേട്ടങ്ങളുമല്ല, മറിച്ച് ആളത്വത്തിന്റെ അധികാരമാണ്. ഒരു പദവി എനിക്കില്ല, പക്ഷെ എനിക്കൊരു അധികാരമുണ്ട്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്താന്ന് വിചാരിക്കരുത്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്കും അത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ ഈ പുത്രൻ എന്ന വാക്കിലൂടെ കർത്താവ് ആവിഷ്കരിക്കുന്നത് പുത്രനെ കുറിച്ച് മാത്രമല്ല, ഈശോയെക്കുറിച്ച് മാത്രമല്ല, നമ്മെക്കുറിച്ചും നമ്മളും ശീലിക്കേണ്ടത് ഒരു സംഗതിയാണ്. അതിനാൽ അസ്തിത്വാത്മകമായ ഒരു അർത്ഥം, ദൈവശാസ്ത്രപരമായ അർത്ഥം മാത്രമല്ല, അനുദിനം നമ്മെ ബാധിക്കുന്ന ഒരു അർത്ഥം കൂടി നമുക്ക് നൽകുകയാണ്. ഇതുപോലെയാണെങ്കിൽ, കർത്താവിനനുസരിക്കുന്നവരാണെങ്കിൽ, അച്ഛന്മാരെ ഇല്ലേ, ധിക്കാരികളായ അച്ഛന്മാരെ നമുക്ക് നേരിട്ടാൽ അവരുടെ ശാപമുണ്ടാകുമെന്നുള്ള തെറ്റായ ഈ പ്രവണതയുണ്ടല്ലോ, തെറ്റായ മിത്തുകൾ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. കർത്താവിനനുസരിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ശപിക്കുകയും ആ ശാപം നമുക്ക് കേൾക്കുകയും ചെയ്താൽ ആ ശാപമാണ് എനിക്ക് അനുഗ്രഹം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകും. നിന്നെ പാടിപ്പുകഴ്ത്താൻ എൻ്റെ നാക്കൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാക്കിന് ശക്തി ഇല്ലാണ്ടാകട്ടെ എന്നൊരു പാട്ടിൽ പാടുന്നില്ലേ? അതന്നെ
കർത്താവിന്റെ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മുടെ വികാരിച്ചന്മാരോ മറ്റച്ഛന്മാരോ നമ്മൾ ശപിക്കുകയും ആ ശാപം നമുക്ക് ഏൽക്കുകയും ചെയ്താൽ ആ ശാപമാണ് വാഴ്വ് എന്ന് പറയാനുള്ള സത്യത്തിന്റെ ചങ്കൂറ്റം, അതാണ് ദൈവപിതാവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് കൈമോശം വന്നിരിക്കുന്നത്. മരണം വരെ അനുസരിക്കാൻ തയ്യാറുള്ളവനാണ് ഈ പറഞ്ഞ ചങ്കൂറ്റം ഉണ്ടാകുക എന്ന് ഓർക്കുക. അത് നമുക്കുണ്ടാകട്ടെ. അപ്പോൾ പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന വാക്ക് എന്നിലും നിങ്ങളിലും നിറവേറും. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.